ഒരു കടലോരത്തിൻ കഥ എന്നത് തമിഴിലെ വളരെ പ്രസിദ്ധമായ ഒരു നോവലിൻ്റെ പേരാണ്. തോപ്പിൽ മുഹമ്മദ് മീരാൻ എന്ന പകുതി മലയാളി കൂടിയായ എഴുത്തുകാരൻ്റെ നോവൽ. കടലോരത്തിൻ്റെ കഥ എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ കഥ കൂടിയാണ്. കടലോരം ഇല്ലാത്ത കേരളം എന്ന ഒന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കേരളം തന്നെ നീണ്ട ഒരു കടലോര പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ എല്ലാ അടരുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് കടലാണ് നമുക്ക് എല്ലാം തന്നത് എന്ന യാഥാർത്ഥ്യമാണ്. കടലിലൂടെ കടന്നു വന്ന സംസ്കാരങ്ങൾ, വിവിധങ്ങളായ സംസ്കാരങ്ങൾ മലയാളി ജീവിതത്തെ അതിൻ്റെ എല്ലാ കാഴ്ചയിലും വേറിട്ട ഒരു ജനതയാക്കി മാറ്റിയിട്ടുണ്ട്. കടലോര ഗ്രാമത്തിന് വളരെയേറെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളും കടലോര പ്രദേശമാണ്. തുറമുഖങ്ങൾ, പഴയ പുരാതനമായ ഒട്ടേറെ തുറമുഖങ്ങൾ, കൊച്ചി തുറമുഖം, അതല്ലെങ്കിൽ കോഴിക്കോട്ടെ തുറമുഖം, കണ്ണൂർ തുറമുഖം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രത്തിൻ്റെ എല്ലാ വരവുകളും പത്തേമാരികളിൽ ഇവിടെ വന്ന് ഇറങ്ങുകയായിരുന്നു. ആ നിലക്ക് ആദികടലായി എന്ന ഈ ദേശം വളരെയേറെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. വളരെയേറെ തീവ്രതരമായ മനസ്സാണ് കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിന്. അതുപോലെ തന്നെ ഇവിടുത്തെ കടൽ തീരങ്ങൾക്കും ഒരു വന്യമായ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ വളരെ അതിമനോഹരമായ കടൽ തീര പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ. ഇവിടെ വ്യത്യസ്ത സംസ്കാരങ്ങൾ വന്ന് പാർത്ത ഇടങ്ങളാണ്. കടൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ഒരു ഇരമ്പമായി ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദികടലായി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന EM ഹാഷിം എന്ന എഴുത്തുകാരൻ ഗൾഫ് ജീവിതത്തിൻ്റെ രേഖപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലം വളരെയേറെ വികസിക്കുകയും വേറെ നിലക്ക് വികസിക്കുകയും സൂഫിസം പോലുള്ള ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വരികയും ചെയ്തു. എന്നാൽ തൻ്റെ ഗ്രാമം ആദികടലായി എന്ന ഈ ഗ്രാമത്തിൻ്റെ മനസ്സ് തന്നെയാണ് EM ഹാഷിമിൻ്റെ രചനകളുടെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് കാണാം. അപ്പോൾ അദ്ദേഹം ജീവിച്ചു തീർത്ത ആദികടലായി എന്ന ഗ്രാമത്തെ കുറിച്ച് ഹാഷിമിക്ക വളരെ കൃത്യമായിട്ട് പറയുന്നു. കടലുമായി എൻ്റെ ജീവിതത്തിന് ഭയങ്കരമായ ബന്ധമുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ കടലായിൽ ബസ് വരുന്നതിന് മുൻപ് കടൽ തീരം വഴിയാണ് ഞങ്ങൾ തയ്യിലങ്ങാടിയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക. അപ്പോൾ ഉപ്പ രാവിലെ പോയി അങ്ങാടിയിലെ ആളുകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒന്നിച്ച് ഞാനുണ്ടാവും. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ബസ്സൊക്കെ ഇവിടെ വന്നത്. കടൽ എന്നെ സംബന്ധിച്ചിടത്തോളം കടലും പുഴയും ചേരുന്ന ഒരു സ്ഥലമുണ്ട്, തുറമുഖം. അത് ചൊവ്വ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പുഴ അഴിമുഖത്ത് വന്നിട്ട് അവസാനിക്കുന്നത് കടലയിലാണ്. അപ്പോൾ ഈ അഴിമുഖം
ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ നേരെ നടന്നു വരികയും അഴിമുഖം തുറന്നു കഴിഞ്ഞാൽ പിന്നെ തോണി ഉപയോഗിച്ച് വേണം കടപ്പുറത്തോട്ട് വന്നിട്ട് ഇക്കരയിലേക്ക് എത്താൻ. അപ്പോൾ ഇതൊരു വളരെ അതിമനോഹരമായ സ്വപ്നമാണെന്ന് എനിക്ക് പിന്നീട് ആണ് തോന്നാൻ തുടങ്ങിയത്. കാരണം എപ്പോഴും നമ്മൾ ഒന്നിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനം മനസ്സിലാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മളുടെ തന്നെ ഗ്രാമത്തെപ്പറ്റി നമ്മൾ അറിയണമെങ്കിൽ നമ്മളൊരു കുന്നിൻ്റെ മേലെ നിന്നിട്ട് താഴോട്ട് നോക്കണം. അപ്പോഴാണ് നമ്മൾ നടന്നു പോയ വഴികളെ സൗന്ദര്യം ഇതൊക്കെ കാണുക. അപ്പോൾ ഞാൻ തിരിച്ച് കടൽ കടന്ന് ദുബായിലേക്ക് ഒരു 30 വർഷം മുമ്പ് പോയപ്പോൾ കോർഫുഖാൻ കടലിലെ തീരത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കടലിൻ്റെ ഓർമ്മ വരും. അപ്പോൾ കടലിൻ്റെ ഓർമ്മ വരുമ്പം ഈ കടലായിയെ ഓർമ്മ വരും. ഞാൻ ഇവിടുന്ന് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇവിടെ കടലായി സ്കൂളിൽ. അതിനുശേഷം പിന്നെ സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ തയ്യൽ പഠിച്ചു, പിന്നെ ചൊവ്വ സ്കൂളിൽ പഠിച്ചു, പിന്നെ ഞാൻ മദ്രാസിലേക്ക് നാട് വിടുകയായിരുന്നു. അപ്പോൾ ആ സമയത്തിലൊക്കെ എഴുതിയ കാര്യങ്ങൾ ഇപ്പോഴും എഴുതുന്ന നോവലുകളിൽ എനിക്ക് എൻ്റെ ഭൂതകാലം എഴുതുമ്പോഴെപ്പോഴും കടലായി മാത്രമേ വരുന്നുള്ളൂ. ഞാൻ 4, 5, 6 സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിൻ്റെ അകത്തുള്ളത് കടലായിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യന് മനസ്സിൽ രൂഢമായി നിൽക്കുന്നത് അവൻ്റെ ബാല്യകാല ജീവിതം തന്നെയാണെന്ന്. ബാല്യകാല ജീവിതത്തിൽ നിന്നാണ് അവൻ പൊട്ടി പിന്നെ യൗവനത്തിലായി പിന്നെ വാർദ്ധക്യത്തിലായി അവസാനിക്കുന്നത്. ഈ അവസാന ശ്വാസത്തിൽ പോലും സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പോലും തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരിക ഈ നാടൻ വഴികളിലൂടെ പോയതോ അല്ലെങ്കിൽ അവൻ്റേതായ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചതോ ആയ കാര്യങ്ങളായിരിക്കും എന്നുള്ളത് സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത് ഈ കടലും കടൽ തീരവും ഇവിടെ പഠിച്ചതും ഇവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെയാണ്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം വരുന്നത്. കടലായി ഗ്രാമത്തിൻ്റെ പുരോഗതിക്കും മനുഷ്യരുടെ അവസ്ഥാമാറ്റത്തിനൊക്കെ പ്രധാന കാരണമായിട്ടുള്ളത് കടലായി സ്കൂളാണ്. 75-ലധികം വർഷമായിട്ട് കടലായി സ്കൂളുണ്ട്. എൻ്റെ എല്ലാ ജ്യേഷ്ഠനന്മാരും ഉപ്പയും ഒക്കെ പഠിച്ചത് അവിടെയാണ്. ഈ സ്കൂളിൻ്റെ അടുത്ത അമ്പലമുണ്ട്. ബാലകൃഷ്ണനും ഞാനുമൊക്കെ അവിടെ വെച്ചാണ് കളിക്കുക. ചിലപ്പോൾ വീഴും, കാരണം അവിടെ പാറയായിരുന്നു കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ വീണിട്ട് മുറിവുമായിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അമ്പലത്തിൻ്റെ നേരെ പിന്നിലാണ് പ്രസിദ്ധമായ കരേരാട്ട് തറവാട്. കരേരാട്ട് തറവാട്ടിലെ അംഗമാണ് എൻ്റെ ഉപ്പ. അപ്പോൾ അവിടെ 3 ഏക്കർ 4 ഏക്കർ മറ്റു സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വിഭജിക്കപ്പെട്ടു. അതിൻ്റെ ഇടവഴികളിലൂടെ പോകുമ്പോഴുണ്ടായിരുന്ന ഒരു സ്വാദ് എന്താണെന്ന് പറഞ്ഞാൽ ആ ഇടവഴികളിലൊക്കെ മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഈ കശുമാവ്, മറ്റേ മാങ്ങ, പപ്പായം, ഇതൊക്കെ. ഞങ്ങളിത് കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ മകൾ ഇപ്പോൾ ഉള്ളത് മലേഷ്യയിലുള്ള ഒരു ലബുവാൻ എന്നൊരു ചെറിയ ദ്വീപിലാണ്. അവിടെ 25,000-30,000 ആളുകളെ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. ചെറിയൊരു ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപിൽ പോയപ്പോൾ അതിൻ്റെ ചെറിയ ഇടവഴികളിലൂടെ രാവിലെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. അപ്പോൾ എനിക്ക് ബാല്യകാല സ്മൃതികൾ ഓർമ്മ വരും. ഞാനും ബാലകൃഷ്ണനൊക്കെ ഈ മാങ്ങ പെറുക്കിയതും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാനത് മാങ്ങയൊന്നും പെറുക്കാതെ മകളെടുത്ത് പോയിട്ട് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ ഇങ്ങനെ ഈ മാങ്ങ പെറുക്കാൻ പാടില്ല എന്നുള്ളത്? അതൊക്കെ പെറുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സഞ്ചി എടുത്ത് പോയിട്ട് പിറ്റേന്ന് മാങ്ങ പെറുക്കി വരുമ്പോൾ എൻ്റെ ഓർമ്മ വീണ്ടും ഈ കടലായിലെ ഇടവഴികളിൽ മാങ്ങ പെറുക്കി നടന്നിരുന്ന കാലമായിരുന്നു. നമ്മളെപ്പോഴും ഒരു ഓർമ്മ മറ്റൊരു ഓർമ്മയായിട്ട് ക്ലബ് ചെയ്യും. അപ്പോൾ അതിനൊരു സുഖമുണ്ട്. അപ്പോൾ ആ ഇടവഴിയിലേ പോകുമ്പോൾ കടലായിലെ ഇടവഴികളിൽ പോകുന്നതാണെന്ന് തോന്നും. പിന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് പങ്കെടുച്ചേരുന്നതൊക്കെ മുസ്ലിങ്ങളാണ്. ഇവിടെ അങ്ങനൊരു ചേരിതിരിവ് ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉപ്പൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കടലിന് അഭിമുഖമായിട്ട് ഒരു വീടെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഉപ്പ ഒരു വീടെടുത്തിരുന്നു. അപ്പോൾ ആ വീടിനൊരു കണ്ടിയുണ്ട്. ആ കണ്ടിൻ്റെ പുറത്തിരുന്നിട്ടാണ് ഉപ്പയുടെ സ്നേഹിതന്മാരൊക്കെ വരികയും ഉപ്പയുടെ തോന്നലുകളും ഉപ്പ ഗ്രാമത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ കാരി ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞ ഉപ്പാൻ്റെ പഴയ സ്നേഹിതന്മാരുണ്ട്. വാളാങ്കിക്കണ്ണൻ, മല്ലനച്ചു, ഇങ്ങനെയുള്ള കുറേ ആളുകളുമായി ഇരുന്നിട്ട് ഉപ്പ സംസാരിച്ചിരുന്നത് ഈ കണ്ടിൻ്റെ മേലെ ഇരുന്നിട്ടാണ്. ആ കണ്ടിക്ക് അഭിമുഖമായിട്ടാണ് കപ്പൽ തൂണുള്ളത്. അപ്പോൾ ചെറുപ്പകാലത്ത് ഈ ഞങ്ങൾ കടപ്പുറം ഈ വീട്ടിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ദൂരെ കപ്പൽ വരികയും കപ്പലിൽ നിന്ന് ലൈറ്റ് അടിക്കുകയും ചെയ്യും. ആ ലൈറ്റ് ഇങ്ങനെ എന്തോ തിരയുന്നത് പോലെ തിരഞ്ഞ് ഈ കപ്പത്തൂണെത്തിയാൽ അവിടെ ആ ലൈറ്റ് സ്ഥിരമാവും.
അപ്പോൾ പിന്നീട് ബാലകൃഷ്ണനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇത് ഇന്ത്യ എത്തിയോ എന്നറിയാൻ വേണ്ടി നോക്കുന്നതാണ്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഇന്ത്യ എത്തിയോ എന്നറിയാൻ എന്തിനാണ് കണ്ണൂർ വരെ എത്തുന്നത്, തിരുവനന്തപുരം കന്യാകുമാരി ആ ഭാഗത്തൊക്കെ നോക്കിയാൽ പോരെയെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഓർമ്മ, ലൈറ്റ് കപ്പലിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ഈ കപ്പൽ തൂണിനടിക്കുന്ന ഒരു ഓർമ്മ നല്ല സുഖകരമായ ഒരു ഓർമ്മയാണ്. കാരണം ഇന്ത്യ എത്തിയോ എന്നറിയാൻ കടലായിൽ ലൈറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കടലായിക്കാർക്കൊക്കെ ഒരുതരം അഭിമാനം ഉണ്ടാവേണ്ടല്ലേ. ഇന്ത്യയുടെ തുടക്കം കടലായി ആണെന്നുള്ള തോന്നൽ. അത് ബ്രിട്ടീഷുകാർ എന്തിനാണ് കപ്പൽ തൂൺ അവിടെ തൂക്കിയത് എന്ന് ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ നാട്ടുകാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം പോയി. ഇപ്പോഴേ കപ്പലുകളൊന്നും അങ്ങനെ ഈ വഴി വരുമ്പോൾ പോലും ഇങ്ങനെ ലൈറ്റ് അടിക്കാറോ ഒന്നുമില്ല. കപ്പൽ തൂണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനേകം പ്രതീകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രതീകമാണ്. ആത്മാവിൽ കടലിരമ്പുന്ന ഒരു ഗ്രാമം. ചരിത്രം ഇതുവഴി ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. കോലത്തിരി വംശത്തിൻ്റെ രാജാക്കന്മാരും അറക്കൽ രാജവംശവും ഒക്കെ ഇതിൻ്റെ ആത്മാവിലൂടെ ചരിത്രത്തിൻ്റെ പല സന്ധികളിലായി കടന്നുപോയിട്ടുണ്ട്. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ഒറിജിനലി ഈ പറമ്പിലാണ് നിൽക്കുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് അവിടെ നിന്നാണ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടായതിനു ശേഷം അവിടെ നിന്ന് മാറിപ്പോകുന്നത്. അതിൻ്റെ കുളമാണ് ഈ കാണുന്ന ഇത്. പിന്നെ ഇവിടുന്ന് ഈ പ്രതിഷ്ഠ ഇവിടെ നിന്ന് എടുത്ത് കടലിലിട്ടിട്ട് അത് അവിടെ ഒഴുകിപ്പോയ സ്ഥലത്താണ് ചിറക്കല. ഇതൊക്കെ അന്ന് ചിറക്കൽ രാജകുലത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അവരവിടെ അത് സേവ് ചെയ്യാനുള്ള പിന്നെ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യ കടലായി ചിറക്കൽ കടലായി ആയി മാറ്റിയത്. പട്ടണങ്ങളെക്കാൾ ഇപ്പം ആകർഷിക്കപ്പെടുന്നത് ഗ്രാമങ്ങളാണ്. അപ്പോൾ ഞാൻ ചെറിയ കുറേ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇറാനിലെ ഗ്രാമങ്ങളും തായ്ലാൻഡിലെ ഗ്രാമങ്ങളുമാണ്. വിയറ്റ്നാമിലെ ഗ്രാമങ്ങളും അതിസുന്ദരമാണ്. ഇറാനിലേക്ക് പോകുമ്പോൾ അവരുടെ സംസ്കാരവും ഭാഷയും ഒരു ഭിക്ഷക്കാരന് പോലും ആഫീസിൻ്റെ 2 വരി കവിതയും ചൊല്ലുന്നവരായതുകൊണ്ട് അവരുടെ സംസ്കാരത്തിലേക്ക് ഈ ഇത്തരം കാര്യങ്ങൾ കടന്നു വരാം. അവിടെ പെപ്സിക്കോലയും ഇതൊന്നും കെന്തിക്ക് ചിക്കനൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഒരു അവയർനെസ് ഉണ്ട് അവർക്കൊരു ബോധമുണ്ട്. ഞങ്ങളിത് ചെയ്തുകൂടാ, ഞങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് അതും ആ ഗ്രാമങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണ രീതിയൊന്നും നമ്മുടെ ഇവിടെ ഉള്ള മാതിരിയല്ല. പക്ഷേ സംസ്കാരത്തിൻ്റെ ഒരു ഉണർവുണ്ടല്ലോ, അത് അതിഭയങ്കരമാണ് അവിടെ. അത് രസം എന്താണെന്ന് പറഞ്ഞാൽ ചായയിൽ മധുരം ഇടില്ല. ഈ ചായയിൽ പഞ്ചസാരയും മധുരം ഇടും, പാലും ഒഴിക്കില്ല. ആദ്യം ഈ ഷുഗർ ക്യൂബ് വായിലിടും, എന്നിട്ട് അതിൻ്റെ മേലെ ചായ കുടിക്കും. അപ്പോൾ അതുപോലും ഇതുവരെ മാറിയിട്ടില്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ തമിഴൻ ഇപ്പോഴും നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത സ്റ്റീൽ കപ്പിൽ തന്നെയാണ് ഇപ്പോഴും അവൻ കാപ്പി കൊണ്ട് തരുന്നത്. നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല ഒരു മലയാളിക്ക്. നമ്മളൊക്കെ കപ്പൊക്കെ പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ നമ്മളെ സംസ്കാരത്തെ വിടാതെ എന്നാൽ നമ്മൾ കുറേ കൂടി ഓപ്പണായിട്ടുള്ള ഒരു സാംസ്കാരിക ശ്രദ്ധ ഉണ്ടായാൽ നമ്മുടെ ഈ ടൂറിസമൊക്കെ വളരെ നന്നാവും. കാരണം നമ്മളെ സംസ്കാരം അവർക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വേറൊരു റിസോർട്ടിൽ പോയപ്പം ഇംഗ്ലീഷുകാരന് വേണ്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. തായ്ലാൻഡിലല്ല, തായ് ഭക്ഷണം അവർക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ വന്ന ഉടനെ അവിടെ പോയിട്ട് തായ് റെസ്റ്റോറൻറ്റിൽ അമേരിക്കയിലൊക്കെ തിരിച്ചു പോയിട്ട് തായ് റെസ്റ്റോറൻറ്റുകളിലാണ് പോകുന്നത്. നമ്മളെന്താണെന്ന് പറഞ്ഞാൽ ബ്രെഡും ആംപ്ലേറ്റൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷുകാരന് അവൻ ആവശ്യമുള്ളത് അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഭക്ഷണവും കൂടി കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വ്യാപകമാവും. ഒരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൻ്റെ എല്ലാ എയർപോർട്ടുകളിലൂടെയും സ്ഥിരമായി സഞ്ചരിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ എല്ലാ എയർപോർട്ടുകളിലും കണ്ടത് പഴംപൊരി. ഇപ്പോൾ അവിടുത്തെ എല്ലാ കഫേകളിലും പഴംപൊരിയുണ്ട്. അഗാധമായ ഈ കടലിന് ആർത്തലച്ച് പൊട്ടിച്ചിതറുന്ന ഈ തിരമാലകൾക്കും ആദികടലായി എന്ന ഗ്രാമത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ടാവും. അതിൻ്റെ ഓർമ്മകളിൽ മുഴുവൻ ചരിത്രത്തിൻ്റെ അംശങ്ങൾ ബാക്കിക്കിടപ്പുണ്ട്. കേരളത്തിലെ എല്ലാ തുറമുഖ തീരങ്ങളും കടലോര പ്രദേശങ്ങളും നിരന്തരമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റം പ്രകൃതി നൽകുന്ന മാറ്റമല്ല, മനുഷ്യർ ഏറ്റവും അധികം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും കടലോര പ്രദേശത്തെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചില നഗരങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ മടുപ്പ് വരും. ഈ കടലിന് നോക്കിയിരിക്കുമ്പോൾ ഒരിക്കലും മടുപ്പ് വരുന്നില്ല. ഒരു മനുഷ്യന് മടുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ അവൻ എല്ലാ ഫിലോസഫിയും സംഗീതം കേൾക്കുന്നതും എന്തായാലും അതിനു വേണ്ടിയാണ്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, ഓർമ്മകളിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഈ കടലായിയുടെ പ്രാന്തപ്രദേശങ്ങളും ഇടവഴികളും കടപ്പുറവും അഴിമുഖവും ഇതൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്. കടലായിൽ ഇപ്പോൾ പബ്ലിക്കിൽ വരാത്തത് കാരണം പ്രൈവറ്റ് ബീച്ചായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോറിനേഴ്സിന് പ്രൈവസി കൂടുതലുള്ളതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ഈ കടലായിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ തനിമ അങ്ങനെ തന്നെ നിൽക്കുകയും മറ്റുള്ളവരെ സ്വീകരിക്കുകയും നമ്മൾ ഇവിടുന്ന് ഒരാൾ ഇപ്പോൾ കടലായിൽ വന്നിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ കടലായിയുടെ സ്മരണകൾ വേണം. അത് ഭക്ഷണത്തിലായാലും സംസ്കാരത്തിലായാലും വഴികളായാലും താമസ സൗകര്യമായാലും കടലായിൻ്റേതായ ഒരു തനിമ ഉണ്ടായിരിക്കും. മലയാളികളായ നമ്മൾ ഏറ്റവും അധികം മലിനീകരിക്കുന്നത് പുഴയാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ പുഴയേക്കാൾ മലിനീകരിക്കുന്ന കടലാണെന്നത് ഒരു അധികം ആളുകൾക്ക് അറിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെയ്യുന്നത് കടലിന് വേസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ഒരു കേരളത്തിലെ എല്ലാ കോഴിപ്പാട്സുകൾ ഇടുന്ന ഒരു സ്ഥല കേന്ദ്രം കടലാണ്. ഇതുപോലുള്ള എല്ലാ മാലിന്യങ്ങളുടെ ഒരു വേസ്റ്റ് കൊട്ടയായിട്ട് നമ്മൾ കടലിനെ ഉപയോഗിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി തീർച്ചയായും കേരളത്തിൻ്റെ തീരദേശങ്ങളിലൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കടലമ്മ എന്ന് പറയുന്ന ഒരു സിമ്പൽ തന്നെ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നത്. കടലമ്മയെ ഒരു ദേവിയായിട്ട് പ്രതിഷ്ഠിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്.
ആദികടലായി എന്ന് പറഞ്ഞ ഈ ഗ്രാമം തീർച്ചയായും കാലത്തിൻ്റെ പിന്നെ രഥത്തിലേറി മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇവിടെ സ്വാഭാവിക മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങൾ തീർച്ചയായും മാറ്റങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതമില്ല. മാറുന്ന ഗ്രാമങ്ങളെ അന്വേഷിച്ച് നമ്മുടെ ഈ യാത്ര വീണ്ടും തുടരുകയാണ്. ഗ്രാമാന്തരം എന്ന ഈ പരിപാടി പുതിയ ഗ്രാമങ്ങൾ അന്വേഷിച്ച്, പുതിയ ജീവിതങ്ങൾ അന്വേഷിച്ച്, വ്യത്യസ്തമായ ഭൂപ്രകൃതി അന്വേഷിച്ച്, മനുഷ്യരെ അന്വേഷിച്ച്, അതിൻ്റെ ആത്മാവിനെ അന്വേഷിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്.